കയറുകയാണ്. ശതകോടീശ്വരന്മാരെ എണ്ണൊക്കെ രാജ്യത്ത് വർദ്ധിക്കുന്നുണ്ട്. ബി.ജെ.പിക്ക് ഇപ്പൊ LK അദ്വാനിയല്ല അവരുടെ നേതാവ്, അദാനിയാണ്. അദ്വാനിയല്ല, അദാനിയാണ് നേതാവ്. ജയ് ഹിന്ദ് അല്ല, ജിയോ ഹിന്ദാണ് ബി.ജെ.പിയുടെ ഇന്നത്തെ മുദ്രാവാക്യം. ആ ബി.ജെ.പി നടപ്പിലാക്കുന്ന കോർപ്പറേറ്റ് നയങ്ങൾ ഒരിക്കലും നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ ജനവിഭാഗങ്ങളുടെ ജീവിതത്തെ സുരക്ഷിതത്വത്തിലേക്ക് എത്തിക്കില്ല. അമേരിക്കയുടെ കാൽച്ചുവട്ടിൽ ഇന്ത്യയുടെ സൈനിക നിയമങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് ഇവിടെ ദേശാഭിമാന വർത്താനം പറയുന്നവരാണ് ബി.ജെ.പിക്കാർ. ഇതാണ് നാം തിരിച്ചറിയേണ്ടത്. ബി.ജെ.പിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവർ, RSSന് വേണ്ടി കാവി നിക്കറിട്ട് ശാഖക്കൊക്കെ പോകുന്ന പാവപ്പെട്ടവൻ, അവനെ പോലും ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നമ്മളാണ് ശരി, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് ശരി എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ആ നിലയിലാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം നടത്തേണ്ടത്. ആ നിലയിലാണ് DYFI പ്രസ്ഥാനത്തിന്റെ സംഘടനാ പ്രവർത്തനം നാം നടത്തി മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ ഒരു സർക്കാരിനെ വിമർശിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പൗരന്റെ അവകാശമാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുള്ള സർക്കാരിനെ വിമർശിക്കുന്നത് അസഹിഷ്ണുതയോടുകൂടി കാണുന്ന ഒരു മുന്നണിയല്ല ഇടതുപക്ഷ മുന്നണി. ഒരു സർക്കാരിനെ തെരഞ്ഞെടുക്കാൻ ജനത്തിന് അധികാരമുള്ളതുപോലെ തന്നെ ഒരു സർക്കാരിനെ വിമർശിക്കാനും ജനത്തിന് അധികാരമുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഒരു സർക്കാരിനെ തെരഞ്ഞെടുക്കാൻ പൗരന് അവകാശമുള്ളതുപോലെ തന്നെ തെരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ വിമർശിക്കാനുള്ള പൗരന്റെ അവകാശത്തെ നിഷേധിക്കുകയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റിനെ വിമർശിച്ചാൽ അത് രാജ്യവിരുദ്ധ പ്രവർത്തനമായി പരസ്യമായി ചിത്രീകരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന്റെ തെറ്റായ നിലപാടുകളെ വിമർശിക്കുമ്പോൾ അത് ദേശവിരുദ്ധതയായി മാറുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം ഇന്ന് വരെ കിട്ടാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ആരെയാണ് ഇന്ന് ദേശീയ സ്നേഹ സർട്ടിഫിക്കറ്റ് നൽകുന്നത്? നാഷണാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകുന്ന സംഘടനയുടെ പേര് RSS എന്നാണ്. ഏറ്റവും വലിയ വിരോധാഭാസമാണ്. RSSും ദേശസ്നേഹം തമ്മിൽ എന്താണ് ബന്ധം? ദാവൂദ് ഇബ്രാഹിം അധോലോകത്തിനെതിരെ പ്രസംഗിക്കുന്നത് പോലെയാണ് RSS ദേശസ്നേഹത്തെക്കുറിച്ച് പറയുന്നത്. ഒരു തർക്കമില്ല. RSS എന്നാ ഉണ്ടായത് 1925-ലാണ്. 1925 രൂപം കൊണ്ട് RSS 22 കൊല്ലക്കാലം ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകീഴിൽ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചിരുന്നു. 22 കൊല്ലം, 925 മുതൽ 947 വരെ. ആ 22 കൊല്ലത്ത് എവിടെയെങ്കിലും RSSന്റെ ഏതെങ്കിലും ഒരു നേതാവ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്തതിന് ജീവൻ നഷ്ടപ്പെട്ടതായി നാം ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. എവിടെയെങ്കിലും RSSന്റെ ഒരു പ്രവർത്തകന് പരിക്കേറ്റതായി നാം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും RSSന്റെ നേതാക്കന്മാർ അന്ന് അബദ്ധവശാൽ ജയിലിന്റെ അടുത്തുകൂടിയിട്ട് നടന്നു പോകുമല്ല പഴത്തൊലിയിട്ട് ചവിട്ടി വഴുതി ജയിലിൽ വീണാൽ മാപ്പെഴുതി കൊടുത്ത് നിലവിളിച്ച് കരഞ്ഞ പാരമ്പര്യമുള്ള സംഘടനയാണ് RSSന്റെ 22 കൊല്ലക്കാലത്തെ പ്രധാനപ്പെട്ട പണി കാവി ട്രൗസർ ഇട്ട് തലയിൽ കാവി മുണ്ടെടുത്ത് ബ്രിട്ടീഷ് സായിപ്പന്മാരുടെ വീട്ടിൽ അന്തിക്ക് പോയി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തുന്ന സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പേര് പറഞ്ഞ് ഒറ്റിക്കൊടുത്ത പാരമ്പര്യമാണ് RSS എന്ന് പറയുന്നവർക്കുള്ളത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ ഒറ്റുകൊടുത്ത പാരമ്പര്യമാണ് RSSനുള്ളത്. RSS ആണ് നമ്മളെ ദേശസ്നേഹം പഠിപ്പിക്കുന്നത്. DYFI ആരുടെ പിന്മുറക്കാരാണ്? ഭഗത് സിംഗിന്റെ, രാജ്ഗുരുവിന്റെ, സുഖദേവിന്റെ, ചന്ദ്രശേഖർ ആസാദിന്റെ, ഉദ്ധം സിംഗിന്റെ, ചിരികണ്ഠന്റെ, മടത്തിരപ്പുവിന്റെ, കുഞ്ഞമ്പു നായരുടെ, അബൂബക്കറിന്റെ പിന്മുറക്കാരാണ് DYFI പ്രസ്ഥാനം. മാർച്ച് മാസം 23-ന് തൂക്കുമരത്തിൽ കയറിയ ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും ചെറുപ്രായമായിരുന്നു. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖദേവിനെയും തൂക്കിലേറ്റാൻ നിശ്ചയിച്ച കോടതി വിധിയുടെ അന്ന് ജഡ്ജി ഈ വിധിയോട് പ്രഖ്യാപിച്ചു, നിങ്ങളെ തൂക്കിലേറ്റാൻ തീരുമാനിച്ചു. എന്നിട്ട് ഭഗത് സിംഗിനോട് ചോദിച്ചു, എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ ഭഗത് സിംഗ് എന്തായിരുന്നു പറഞ്ഞത്? RSSന്റെ നേതാക്കന്മാരെ പോലെ നിലവിളിച്ച് കരഞ്ഞ് ബ്രിട്ടീഷ് സാഹിബിന്റെ ഷൂസും നക്കുകയായിരുന്നില്ല ഭഗത് സിംഗ് ചെയ്തത്. ഭഗത് സിംഗ് എന്താ പറഞ്ഞത്? ഭഗത് സിംഗ് പറഞ്ഞു, ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവം നടന്ന സമയമായിരുന്നു. ഇപ്പോൾ അതിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയമാണ്. റഷ്യയിലെ സോവിയറ്റ് യൂണിയൻ സൃഷ്ടിക്കപ്പെട്ട ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ പ്രത്യേകത, പ്രയാസം അനുഭവിക്കുന്നവർ പോരാടി, പീഡിപ്പിക്കപ്പെട്ടവർ പോരാടി, ചൂഷിതർ പോരാടി, പീഡിപ്പിക്കുവാൻ നേതൃത്വം കൊടുത്തവരെ ഇല്ലാതാക്കിയ ആദ്യ വിപ്ലവമായ ലോകത്തെ സോഷ്യലിസ്റ്റ് വിപ്ലവമാണ് ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവം. അതിനു മുമ്പ് ഫ്രഞ്ച് വിപ്ലവവും പല വിപ്ലവങ്ങളും ഉണ്ടായി. പക്ഷെ അതൊന്നും അങ്ങനെയല്ലായിരുന്നു. ഒരു ചൂഷകവർഗം മറ്റൊരു ചൂഷകവർഗത്തെ മേൽ ആധിപത്യം സൃഷ്ടിക്കുന്ന വിപ്ലവങ്ങളായിരുന്നു അതെങ്കിൽ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ പ്രത്യേക പീഡിപ്പിക്കപ്പെട്ടവൻ പോരാടി, തൊഴിലാളികൾ പോരാടി, പീഡനത്തിന് നേതൃത്വം കൊടുത്തവരെ അട്ടിമറിച്ച ലോകത്തെ ആദ്യത്തെ വിപ്ലവമായിരുന്നു. ആ സമയത്തായിരുന്നു ഭഗത് സിംഗിന്റെ തൂക്കിലേറ്റാൻ വിധിച്ചത്. അന്ന് ഭഗത് സിംഗ് പറഞ്ഞു, എന്താണ് നിങ്ങളുടെ ആഗ്രഹമെന്ന് ജഡ്ജി ചോദിച്ചപ്പോ ഭഗത് സിംഗ് പറഞ്ഞു, എന്റെ ആഗ്രഹം ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൽ ആവേശഭരിതനായി സംഘടനാ പ്രവർത്തനത്തിനിറങ്ങിയ ഞാൻ
ലെനിന്റെ ജന്മദിനമാണ് എന്ന് തിരിച്ചറിയുന്നു ഈ സമയം. അതുകൊണ്ട് ലെനിന്റെ ജന്മദിനത്തിൽ ലെനിന് ഒരു ആശംസ അറിയിക്കാനുള്ള ഒരു ആശംസ കാർഡ് അയക്കാനുള്ള അനുമതി കോടതി, ബഹുമാനപ്പെട്ട കോടതി തരണം എന്നാണ് ഭഗത് സിംഗ് അന്ന് പറഞ്ഞത്. അല്ലാതെ നിലവിളിച്ച് കരയുകയായിരുന്നില്ല. തൂക്കിലേറ്റിയ ദിനം മാർച്ച് മാസം 23 രാവിലെ ഭഗത് സിംഗിനെ തൂക്കിലേറ്റാൻ വേണ്ടി ജയിലർമാർ ഭഗത് സിംഗിന്റെയും സുഖദേവിന്റെയും രാജ്യഗുരുവിന്റെയും പിന്മുറക്കാരായ രാജ്യത്തിന്റെ സ്നേഹം തെറ്റിക്കാൻ മാത്രം വളർന്നിട്ടില്ല എന്ന് കാലം സാക്ഷി നിർത്തിക്കൊണ്ട് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കും. പിന്നിക മണ്ണിൽ അബൂബക്കർ, കയ്യൂരിന്റെ സമര പോരാളികൾ തൂക്കുമരത്തിൽ കയറുമ്പോൾ അയ്യോ എന്ന് നിലവിളിച്ച് കരയാതെ ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം പിടിച്ചുകൊണ്ട് തൂക്കുമരത്തിൽ കയറിയ ചിരുകണ്ഠന്റെയും മടത്തിലപ്പൂവിന്റെയും കുഞ്ഞമ്മുനായരുടെയും അബൂബക്കറിന്റെയും പിന്മുറക്കാരായ ഡിവൈഎഫ്ഐയെ ദേശസ്നേഹം പഠിപ്പിക്കുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തെ ഒറ്റുകൊടുത്ത സമയമില്ല പിന്നെ മാതൃകകൾ അവർ പ്രധാനങ്ങൾ മൂന്ന് പ്രസ്ഥാനങ്ങളുടെ ജനങ്ങളോട്ടായിരുന്നു എന്ന് മാത്രമല്ല ഈ കേരളത്തിൽ നല്ല നിലയിൽ ശാഖകളുണ്ടായിരുന്നു. ആ ശാഖകൾ അതിന്റെ കേരളത്തിൽ വർഗീയ കണ്ണൂർ ജില്ലയിലെ അതുകൊണ്ട് പള്ളികൾ അണിക്കണം, മുസ്ലിം വീടുകൾ ആക്രമിക്കണമെന്ന് ബോധപൂർവം പ്രചരിപ്പിച്ചു. ആ ബോധപൂർവം പ്രചരണം നടത്തുന്ന CPIM-ന്റെ പോയി അയാളുടെ വാഹനം മുമ്പിൽ അയാളുടെ വാഹനം അനൗൺസ് ചെയ്തു. ജനങ്ങളെ തടവാണ്, ഈ തടത്തിൽ വീഴരുത്, ജനമൊറ്റക്കെട്ടായി സംരക്ഷിക്കണം. അയാളുടെ പ്രവർത്തനത്തിൽ മുന്നിലിരുന്ന വ്യക്തി UK ആയിരുന്നു, CPIM ലോക്കൽ കമ്മിറ്റി മെമ്പർ. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി വർഗീയവാദികളുടെ തെറ്റായ പ്രജകളെ ചെറുക്കുന്ന മടങ്ങി പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ആ അനൗൺസ്മെന്റ് UK ആ വ്യക്തി ഇന്ന് അവർ കഴിയുന്നയാണ്. പ്രവർത്തനങ്ങളിൽ സ്വന്തം ജീവൻ ഉൾപ്പെടെ യൂത്ത് ലീഗും SDPI-യും ഒക്കെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിക്കുന്ന തലരി കലാപത്തെ ചാൻകൂറ്റത്തോടുകൂടി നേരിട്ടതെന്ന് ഓർമ്മപ്പെടുത്താൻ ആ ഫലത്തിന്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൂടി ആരും ദയവ് ചെയ്ത് ധീരതയൊന്നും പഠിക്കാൻ പറ്റും. ഞങ്ങൾ നന്നായി സംസാരിച്ച് നന്നായി ആസന്നോ സംഘപരിവാറെന്നോ പറഞ്ഞു കേട്ടാൽ കൊണ്ട് സുത്തിരിക്കാൻ തയ്യാറാണ്. ജനങ്ങൾ ജീവിതത്താൽ ഇവിടെ നഗരക്കയറ്റം, ആത്മഹത്യ, പൊതുമേഖലകളുടെ തകർച്ച, ഇതിന് കാരണമായ നയത്തിനെതിരെയുള്ള പോരാട്ടമാണ് ശക്തിപ്പെടേണ്ടത്. ഇവിടെയാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ, ജനങ്ങളെ വെഡ്ഡികളാക്കിക്കൊണ്ട് അജണ്ടകളെ വഴിമാറ്റാൻ മതവർഗീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുന്നത്. RSS-ന് കൃത്യമായ ലക്ഷ്യം പ്രധാനമായും മൂന്നാണ് അവരുടെ ശത്രുക്കൾ. RSS-ന്റെ പ്രധാനപ്പെട്ട നേതാവ് എഴുതിയ ഗ്രന്ഥത്തിൽ പറയുന്ന 3 ഇംഗ്ലീഷ് അക്ഷരത്തിലെ എമ്മുകളിൽ നിന്ന് ആരംഭിക്കുന്ന സംഘടനകളാണ്, പ്രസ്ഥാനങ്ങളാണ്, മതങ്ങളാണ് ഞങ്ങളുടെ ശത്രുക്കൾ. 3 എം. ഒന്നാമത്തത് മാർക്സിസ്റ്റ്, രണ്ടാമത്തത് മുസ്ലിംസ്, മൂന്നാമത്തത് മിഷണറീസ് ഓഫ് ക്രിസ്ത്യൻസ്.
ഈ 3 എമ്മുകളാണ്. അതിന്റെ ഭാഗമായിട്ടാണ് RSS ന്യൂനപക്ഷ വിരുദ്ധതയും മാർക്സിസ്റ്റ് വിരുദ്ധതയും പ്രചരിപ്പിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ സ്വാഭാവികമായും ഈ രാജ്യത്ത് മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കടുത്ത പ്രയാസത്തിലാണ്. അരക്ഷിതാവസ്ഥ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ രൂപപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. മുസ്ലിം പേരുള്ളവരെ ആക്രമിക്കുന്നു, ഗോത്രത്തിന്റെ പേരിൽ ആളുകളെ കൊല്ലുന്നു, അതിന്റെ പേരിൽ ആളുകളെ ജോലി നിഷേധിക്കുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു. ഈ അരക്ഷിതാവസ്ഥയെ ഉപയോഗപ്പെടുത്താൻ ന്യൂനപക്ഷങ്ങൾക്ക് ചില തീവ്രവാദ സംഘടനകൾ പ്രവർത്തനത്തിൽപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതല്ല അതിനുള്ള പരിഹാരം. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മതനിരക്ഷം ഉൾപ്പെടുന്ന രീതിയിലുള്ള പ്രശ്നത്തിൽ അണിനിരക്കുക പരിഹാരം. എന്നാൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇപ്പോൾ ഏരിയകളുടെ പ്രവർത്തനം ശക്തിപ്പെട്ടു വരുന്നു. എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് ഹിന്ദുത്വ അജണ്ടകൾ പ്രചരിപ്പിക്കുന്ന RSSന്റെ സംഘപരിവാരത്തിന്റെ മതവർഗീയത കൂടുതൽ അപകടകരമാണെന്ന് ഡിവൈഎഫ്ഐ കാണുന്നത്. കാരണം ഇത് ഭരണം ഇയാളുന്നത് അവരാണ്. ഈ രാജ്യത്തിന്റെ ഭരണം ഹിന്ദു രാഷ്ട്രം പ്രവർത്തിക്കുന്ന RSSന്റെ കയ്യിൽ അത് അപകരമാണ്. ഹിന്ദു യഥാർത്ഥ ഹിന്ദു മതവിശ്വാസി അംഗീകരിക്കില്ല. ഹിന്ദുത്വ അജണ്ട ഒരു യഥാർത്ഥ ഹിന്ദു മതവിശ്വാസിക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുന്ന അജണ്ടയല്ല. ഹിന്ദു മതം മറ്റു മതങ്ങളെ പോലെ സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സന്ദേശം വരുത്തുന്ന മതമാണ്. ഹിന്ദുത്വ അജണ്ട ഒരിക്കലും ഒരു ഹിന്ദു മതവിശ്വാസിക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. എന്നാൽ ദൗർഭാഗ്യവശാൽ ഹിന്ദു രാഷ്ട്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും സംഘടനയും നമ്മുടെ സർക്കാരിനെ ചലിപ്പിക്കുമ്പോൾ ആ മതവർഗീയത ഇന്ത്യയിൽ കൂടുതൽ അപകടകരമായി ഡിവൈഎഫ്ഐ കാണുന്നു. മറ്റുള്ള രാജ്യങ്ങളിൽ, ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇസ്ലാം എക്കാലവും നിഷേധിച്ച തീവ്രവാദ ആശയഗതി പ്രചരിപ്പിക്കുന്ന ISന്റെ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ പ്രവർത്തിക്കുമ്പോൾ അത് കൂടുതൽ അപകടകരമായി മറ്റു രാജ്യങ്ങളിൽ കാണുന്നത് പോലെ ഇന്ത്യയിൽ RSS ഉയർത്തുന്ന റിമോട്ട് കൺട്രോളിൽ ചലിക്കുന്ന സർക്കാർ സ്പോൺസേഡ് പ്രോഗ്രാമുകളെ രാജ്യത്ത് നടക്കുന്ന ഇത്തരം നീക്കങ്ങളെ കൂടുതൽ അപകടകരമായി ഡിവൈഎഫ്ഐ കാണും. എന്നാൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ ഈ രാജ്യത്ത് രക്ഷയില്ല, ഇവിടുത്തെ നിയമമൊന്നും പിൻപറ്റിയിട്ട് രക്ഷയില്ല, അതുകൊണ്ട് ആയുധം കയ്യിലെടുക്കൂ എന്ന് പറഞ്ഞ് പ്രതിരോധം അപരാധമല്ല എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ചില അപകടകരമായ സംഘടനകൾ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്നുണ്ട്. കേരളത്തിലും അതിന്റെ പേരുകൾ പല രീതിയിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. ആ സംഘടനയിൽ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് SDPI. ഒരു സംശയം വേണ്ട, പേരിങ്ങനെ ഇടക്കിടക്ക് മാറ്റും, പക്ഷെ സാധനം തന്നെയാണ്. പേരിങ്ങനെ ഇടക്കിടക്ക് ആഴ്ചക്ക് 2 വീതം മാറ്റും. ചില മലയാള സിനിമയുണ്ട്, ഇംഗ്ലീഷ് സിനിമയിൽ അതേ പകർപ്പ, പേരിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. ഇവിടെ ചിലപ്പോൾ ഭയങ്കര വിജയോ. ആ സിനിമ ഏതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇനി ഇന്ത്യൻ സിനിമയിൽ തന്നെ അവാർഡ് നിർണ്ണയിക്കുന്ന ചില പ്രകടനങ്ങൾ ഉൾപ്പെടെ അങ്ങനെ പല കോപ്പിയടിയും നടത്തിയവരാണ് പേരെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ പേര് മാറ്റും, പക്ഷെ സാധനം ഒന്ന് തന്നെയാണ്. ഇപ്പൊ തൽക്കാലം അത് പ്രവർത്തിച്ചു വരുന്നത് SDPI എന്ന പേരിലാണ്. SDPI എന്ന പേരിൽ അത് നടത്തുന്ന പ്രവർത്തനമെന്ത്? ഈ രാജ്യത്ത് രക്ഷയില്ല, ഈ രാജ്യത്തിന്റെ നിയമം പിൻപറ്റേണ്ടതില്ല, ഈ രാജ്യത്ത് നിയമം പിൻപറ്റി മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് പ്രതിരോധം അപരാധമല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം നടക്കും. ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസൽമാൻ ആ രാജ്യത്തിന്റെ നിയമത്തെ പിൻപറ്റി ജീവിക്കേണ്ടതില്ല എന്ന് എവിടെയെങ്കിലും ഇസ്ലാം മതം പറയുന്നുണ്ടോ? എവിടെയും പറയുന്നില്ല. എന്ന് മാത്രമല്ല, ഇസ്ലാം മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും. ഒരു രാജ്യത്തിന്റെ നിയമത്തെ പിൻപറ്റി ഒരു മുസൽമാൻ ജീവിക്കണം. അല്ലാഹു അല്ലാഹു ഇലാഹില്ല, മുഹമ്മദ് അന്ത്യപ്രവാചകനാണെന്ന് പറയുന്നത് പോലെ ഏതൊരു രാജ്യത്ത് ജീവിക്കുന്നുവോ ആ രാജ്യത്തിന്റെ നിയമത്തെ പിൻപറ്റിക്കൊണ്ട് ഒരു മുസൽമാൻ ജീവിക്കണമെന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുള്ള ഒരു മതത്തിന്റെ ഗ്രന്ഥത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുന്ന ഇത്തരം സംഘടനകൾ രാജ്യവിരുദ്ധ പ്രവർത്തനം മാത്രമല്ല നടത്തുന്നത്, ഡിവൈഎഫ്ഐക്ക് തെല്ലും പറയാൻ മടിയില്ല, ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനം കൂടി തന്നെയാണ് ഇവർ നടത്തുന്നത് എന്ന് പ്രഖ്യാപിക്കാൻ ഡിവൈഎഫ്ഐ പ്രസ്ഥാനത്തിന് എല്ലും മടിയില്ല. ഇത്തരം സംഘടനകൾ ഒറ്റപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇസ്ലാം മതവിശ്വാസികൾക്കാണ്. ഇസ്ലാം മതവിശ്വാസികൾ ഒരിക്കലും അംഗീകരിക്കുന്ന നിലപാടല്ല ഇവർ എടുത്തു പോകുന്നത്. പക, അസഹിഷ്ണുത എന്നിവ പ്രചരിപ്പിക്കുകയാണ്. പകയും അസഹിഷ്ണുതയും പ്രചരിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി വലിയ രീതിയിലേക്കുള്ള പ്രചരണം നടത്തും. ഇസ്ലാമിന്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജീവിത കഥകൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു അദ്ദേഹത്തെ ജീവിക്കുന്ന കാലത്ത് കവിതയിലൂടെ, കഥയിലൂടെ, എന്നും വ്യക്തിഹത്യയിലൂടെ ആക്രമിക്കപ്പെട്ട കഹബ് ബിൻ സുഹൈറുമായി ബന്ധപ്പെട്ട കഥ. കഹബ് ബിൻ സുഹൈർ ഒരു കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ കവിതകളിൽ റസൂലിനെ വളരെ മോശമാക്കുന്ന രീതിയിലുള്ള വരികളുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് റസൂലിന്റെ കുടുംബ ബന്ധുമിത്രാദികളിൽ കടുത്ത പ്രയാസമുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ഭരണകൂടം കഹബ് ബിൻ സുഹൈറിനേക്കാൾ തലവെട്ടാൻ വേണ്ടിയിട്ടുള്ള നിയമം പാസാക്കുന്നു. കഹബ് ഒളിവ് പോവുകയാണ്. ഒളിവ് പോയ കഹബ് പശ്ചാത്താപമുണ്ടായി ഒരു പർദ്ദ ധരിച്ച് മുഹമ്മദ് നബിയെ കണ്ട് മാപ്പ് പറയാൻ വേണ്ടി വരികയാണ്.
അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുമ്പോ ഒരു പർദ്ദ ധരിച്ച ഒരു സ്ത്രീ ഇങ്ങനെ വരികയാണ്. നടത്തം കണ്ടപ്പോ തന്നെ മുഹമ്മദിന് മനസ്സിലായി ഇത് കഅബാണ്, പക്ഷെ മിണ്ടിയില്ല. അപ്പൊ ഈ സ്ത്രീ പർദ്ദ മാറ്റാതെ, മുഖത്ത് മാറ്റാതെ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ റസൂലെ ഏറ്റവും വലിയ ശത്രു ആരാണ്? അപ്പൊ റസൂൽ പറഞ്ഞു, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു കഅബ് ബിൻ സുഹൈറാണ്. എന്താണ് അതിന്റെ കാരണം? അപ്പൊ റസൂൽ പറഞ്ഞു, ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്നെ പറ്റി അസംബന്ധങ്ങൾ തന്റെ കഥകളിലൂടെ, കവിതകളിലൂടെ തുടർച്ചയായി പ്രചരിപ്പിച്ചത് എന്റെ ബന്ധുമിത്രാദികളിൽ ഉൾപ്പെടെ കടുത്ത വേദനയുണ്ടാക്കി. എന്റെ ജീവിതത്തിൽ എന്റെ ഏറ്റവും ശത്രു അതുകൊണ്ട് കഅബാണ്. അപ്പൊ പിന്നീട് കഅബ് ആ സ്ത്രീ വേഷം കെട്ടിയാൾ ചോദിച്ചത്, ആ ശത്രുക്കളുടെ മുമ്പിൽ വന്ന് മാപ്പ് പറയാൻ തയ്യാറായ നിങ്ങളുടെ നിലപാട്? അപ്പൊ റസൂൽ പറയും, മാപ്പ് പറയാൻ തയ്യാറായാൽ എന്റെ ഇലാഹ്, എന്റെ ദൈവം പഠിപ്പിച്ചത് ഏത് വലിയ ശത്രുവും പശ്ചാത്താപിക്കാൻ തയ്യാറായാൽ മാപ്പ് കൊടുക്കണമെന്നാണ്. അതുകൊണ്ട് ഞാൻ മാപ്പ് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ കഅബ് മുഖത്തുള്ള തുണി കൊണ്ട് മാറ്റി. അപ്പൊ അപ്പുറത്തുള്ള അംഗരക്ഷകൻ, റസൂലിന്റെ അംഗരക്ഷകൻ കഅബാണ് തിരിച്ചറിഞ്ഞ വാളെടുത്ത് കഴുത്തിന് നേരെ വെട്ടാൻ നോക്കിയപ്പോ കൈ തടുത്തുകൊണ്ട് റസൂൽ പറഞ്ഞൊരു കാര്യം, SDP പ്രവർത്തകർ, SDP നേതാക്കന്മാർ രാത്രി ഉറങ്ങാൻ നേരത്തെ ഒരു 1000 തവണ ഒന്ന് വായിച്ച് പഠിക്കണം. അതിൽ പറഞ്ഞത്, മാപ്പ് പറയാൻ തയ്യാറായി, മനസ്സറിഞ്ഞ് മാപ്പ് പറയാൻ തയ്യാറായി വന്നവർക്ക് മാപ്പ് കൊടുത്ത കഥകളാണ് എന്നെ എന്റെ ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്, എന്നെ എന്റെ പടച്ചവും പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. ആ അന്ത്യപ്രവാചകന്റെ മതം, ആ അന്ത്യപ്രവാചകന്റെ മതത്തിന്റെ പേരിൽ ചെറുപ്പക്കാരെ വഴിതെറ്റിച്ച് മറ്റുള്ളവരെ കൊലപ്പെടുന്ന ആശയം പ്രചരിപ്പിക്കുക SDPI. ആ SDPI രാജ്യവിരുദ്ധ പ്രവർത്തനം മാത്രമല്ല, ഇസ്ലാമിക വിരുദ്ധം തന്നെയാണ് നടത്തുന്നതെന്ന് 10,000 തവണ പ്രഖ്യാപിക്കേണ്ട DYFI പ്രസ്ഥാനത്തിന് തെല്ലുമടിയില്ല. അത് ഞങ്ങൾ പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും. ഇവരെ ഒറ്റപ്പെടുത്തണം. എന്നാൽ ചിലയിടത്ത് രാവിലെ മുസ്ലിം ലീഗ് ആണെങ്കിൽ രാത്രി SDPI ആണ്. ഇതെങ്ങനെയാ മാറുന്നത് നമുക്ക് തന്നെ അറിയില്ല. ഈ മണിചിത്രത്താഴ് സിനിമയിലെ ശോഭനക്ക് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും നല്ല അഭിനയത്തിനുള്ള പ്രത്യേക അവാർഡ് കിട്ടിയതാണ് മണിചിത്രത്താഴ്. ഗംഗ നാഗവല്ലിയാകുന്നതാണ്. അസാമാന്യ ഭാവാഭിനയമാണ്. ആ സിനിമ കാണാത്തവർ വളരെ കുറവായിരിക്കും. അതിൽ ഞെട്ടിക്കുന്നൊരു ഭാവാഭിനയം സുരേഷ് ഗോപി ശോഭനയുടെ ഭർത്താവ് മനസ്സിലാക്കും. തന്റെ സുഹൃത്ത് സണ്ണി എന്ന ഭ്രാന്തിന്റെ ചികിത്സ നടത്തുന്ന ഡോക്ടർ മോഹൻലാൽ പറഞ്ഞതിലൂടെ നാഗവല്ലി തന്റെ ഭാര്യനാണ്. അതറിഞ്ഞ ആകെ ബേജാറായിട്ട് ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ബെഡ്റൂമിൽ ശോഭന ഇരിക്കുന്നുണ്ടോ ഗംഗ. അപ്പൊ ഗംഗയോട് സുരേഷ് ഗോപി എന്ന ഭർത്താവ് ചോദിച്ചു, ഭർത്താവിനോട് ഗംഗ ചോദിച്ചു, വീട്ടിലെല്ലാവരും കല്യാണത്തിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ ഷോപ്പിങ്ങിന് പോയിട്ട് ഞാനും പോയിക്കോട്ടെ? അപ്പൊ ഈ ബേജാറിൽ സുരേഷ് ഗോപി പറയും വേണ്ട. പെട്ടെന്ന് ഗംഗ നാഗവല്ലിയായി മാറുകയാണ്. എന്താണ് ആ ഭാവാഭിനയം? നാഗവല്ലിയായി മാറിക്കൊണ്ട് ശോഭന നാഗവല്ലിയായി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നമുക്ക് ഇന്നും മനപ്പാടാണ്, വിടമാട്ടെ. ആ ഗംഗ നാഗവല്ലിയായതുപോലെയാണ് ഇടത്തെ പല രംഗങ്ങളിലും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ SDPI ആയി മാറിക്കൊണ്ടിരിക്കുന്നെന്ന് പറയാൻ DYFI പ്രസ്ഥാനത്തിന് തെല്ലും മടിയില്ല. ഇതല്ലേ നടക്കുന്നത്? ഇവരെ ഒറ്റപ്പെടുത്താൻ മുസ്ലിം ലീഗിന് സാധിക്കുന്നുണ്ടോ? മുസ്ലിം ലീഗ് കൃത്യമായ നിലപാടെടുത്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. മലപ്പുറം തെരഞ്ഞെടുപ്പിൽ SDPIക്ക് സ്ഥാനാർത്ഥിയില്ല. എന്നിട്ടും 1,00,000-ലധികം വോട്ട് DYFIയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കൂടുതൽ കിട്ടി എന്നുള്ളത് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ എങ്ങോട്ട് ചിന്തിക്കുന്നു, എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. 9% വോട്ടാ കൂടി. 9% വോട്ട് മലപ്പുറമായതുകൊണ്ട് അറിയാഞ്ഞത്. മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ 9% വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 2014 കിട്ടിയതിനേക്കാൾ 2017 ലോക്സഭയിലെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയാൽ കേരളത്തിൽ 2 സീറ്റ് ഒഴികെ 18 സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്ന് കണക്കുകൾ പഠിപ്പിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാട്, ഇപ്പൊ മുസ്ലിം ലീഗിന്റെ വനിതാ ലീഗിന്റെ നേതാവാണ് BJPയുടെ ഫണ്ട് പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത്. എന്നിട്ട് അവർ പ്രസംഗിച്ചു. 1996 കോഴിക്കോട്ട് മത്സരിച്ച സ്ത്രീയും കൂടിയാണ് അവർ, എളമരം കരീമിനെതിരെ. എന്നിട്ട് അവർ പ്രസംഗിച്ചു, BJP ഒരു മഹാപ്രസ്ഥാനമാണോ? ഈ രാജ്യത്ത് BJPയെ പോലുള്ള പ്രസ്ഥാനം അതിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തണം. അതിനെതിരെ ഒരു നടപടിയുമില്ല. നേതാക്കന്മാർ ഒരു ദേശീയ നേതാവായ ഒരു MP ചോദിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ, നടപടിയൊന്നും വേണ്ട, നിങ്ങൾ തൽക്കാലം മാപ്പ് എഴുതി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നടപടി ഒഴിവാക്കാൻ പോയതായിരുന്നു. പക്ഷേ ശക്തമായ വികാരം നാട്ടിൽ നിന്ന് ഉയർന്നതിന്റെ ഭാഗമായി തൽക്കാലത്തേക്ക് ആ സ്ഥാനത്ത് മാറ്റുകയാണ് ചെയ്തത്. ഒറ്റപ്പെട്ട സംഭവമാണോ? RSSനോട് മുസ്ലിം ലീഗ് എടുത്ത സമീപനം എന്താണ്? ഇവിടെയെങ്കിലും മതവർഗീയത ആളിക്കത്തുന്ന സമയത്ത് നിശ്ചാരണത്തോടുള്ള നിലപാടെടുക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചു. പാതിരി മസ്ജിദ് തകർക്കപ്പെട്ട കേസിന്റെ വിചാരണ LK അദ്വാനി, മുരളി മനോഹർ ജോഷി, സുഷമ സ്വരാജ്, അതുപോലെ കല്യാൺ സിംഗ്, ഉമാഭാരതി, സുഷമ സ്വരാജ് ഇല്ല, ഉമാഭാരതി എന്നിവർ നേരിടണമെന്ന് കോടതി വിധിപ്പെടുത്താണ്.
1992 ഡിസംബർ മാസം 6-ന് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് മുസ്ലിം ലീഗിന്റെ നിലപാടെന്നായിരുന്നു? മുസ്ലിം ലീഗ് എന്ന അധികാരത്തെ കടിച്ചു തൂകുകയായിരുന്നു. 1992 ഡിസംബർ 6-ന് തൊട്ടു മുമ്പാണ് 1991 നമ്മുടെ രാജ്യത്ത് ലോകസഭയിലേക്കും നിയമസഭയിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പെടുന്നത്. അന്ന് ശരിക്കും ഇടതുപക്ഷത്തിന് തുടർഭരണം ഉണ്ടാവേണ്ട സമയമായിരുന്നു. സഖാവ് ഇ കെ നായനാരുടെ സർക്കാർ, സഖാവ് ശിവദാസ മേനോൻ ഉൾപ്പെടെ മന്ത്രിയായിരുന്ന സർക്കാർ 4 കൊല്ലം കഴിഞ്ഞപ്പോൾ ജില്ലാ കൌൺസിൽ തൂത്തുവാരി തെരഞ്ഞെടുപ്പിൽ. അപ്പോഴാണ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ്. ആ സമയത്ത് നിയമസഭയിലേക്കും കൂടി ഒരുമിച്ച് നടത്തി 1 കൊല്ലം മുമ്പേ ചെലവ് ചുരുക്കാമെന്ന് വെച്ച് തെരഞ്ഞെടുപ്പിന് നേരിട്ടു. അപ്പോഴാണ് രാജീവ് ഗാന്ധി മരണപ്പെടുന്നത്. രാജീവ് ഗാന്ധി മരണപ്പെട്ടപ്പോ പിന്നെ ചിതാഭസ്മം കേരളത്തിൽ ഓരോ ഇടവഴിയിലും UDF നേതാക്കന്മാരുടെ കക്ഷത്തിലുണ്ടായിരുന്നു. എല്ലാവരുടെ കക്ഷത്തിലും ഒരു കൊട ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇത് ചിതാഭസ്മാണ്. അങ്ങനെയാണ് വോട്ട് ചോദിച്ചത്. അങ്ങനെ വോട്ട് ചോദിച്ച് സോണിയാഗാന്ധി കരുത്തിൽ നിർത്തിയിട്ടും കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാർ കരുത്തിൽ നിർത്താൻ തയ്യാറായിരുന്നില്ല കേരളം. അങ്ങനെ സഹതാപ തരംഗമുണ്ടായി. ആ സഹതാപ തരംഗ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 1991 കോഴിക്കോട് ജില്ലയിൽ, എന്റെ ജില്ലയിൽ നിയമസഭയിലും ലോകസഭയിലും കോലീവിയായിരുന്നു സ്ഥാനാർത്ഥി. ബേപ്പൂരിൽ ഡോക്ടർ മാധവൻകുട്ടി സഖാവ് ടി കെ ഹംസക്കെതിരെ കോലീവി സ്ഥാനാർത്ഥിയായി. ഡോക്ടർ മാധവൻകുട്ടിയുടെ അന്നത്തെ പ്രധാനപ്പെട്ട പണി കർസേവക്ക് പോകുന്ന ബാബരി മസ്ജിദ് തകർക്കാൻ കർസേവക്ക് പോകുന്ന RSSകാർക്ക് സ്റ്റഡി ക്ലാസ് എടുത്തൊടുക്കലായിരുന്നു. ആ മാധവൻകുട്ടിയാണ് പിന്നീട് ബേപ്പൂര് സ്ഥാനാർത്ഥിയെങ്കിൽ RSSന് വേണ്ടി കേസ് വാദിച്ച ഒരു വക്കീൽ അഡ്വക്കേറ്റ് രത്നസിംഗ് ആയിരുന്നു KP ഉണ്ണികൃഷ്ണൻ എന്ന LDF സ്ഥാനാർത്ഥിക്കെതിരെ ലോക്സഭയിൽ UDFന്റെ BJPയുടെ സ്ഥാനാർത്ഥി കോലീവി. മാധവൻകുട്ടിക്ക് വേണ്ടി എന്ന് പാവം പാണക്കാട്ട് തങ്ങൾ വീട്ടിൽ കയറി ഇറങ്ങി. എന്നിട്ട് പറയുന്നത് വെറും കുട്ടിയല്ല, പാണക്കാട്ട കുട്ടിയാണ് എന്ന് നടന്നു പറഞ്ഞു. രത്നസിംഗിന് വേണ്ടിയും പറഞ്ഞു. അപ്പൊ ഇന്ന് BJPയുടെ ഫണ്ട് പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തതുപോലെ 1991 ബാബരി മസ്ജിദ് തകർക്കുന്ന സംഘപരിവാർ കർസേവകർക്ക് ക്ലാസ് എടുത്തു കൊടുത്ത വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കി പാണക്കാട്ട് തങ്ങളെ വരെ വീട് കയറ്റിയ പാരമ്പര്യമുള്ള സംഘടനയാണ് മുസ്ലിം ലീഗ്. പക്ഷെ അന്ന് വോട്ടെണ്ണി കഴിഞ്ഞപ്പോ രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടെന്ന് തെളിയുന്ന രീതിയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ സഖാവ് ടി കെ ഹംസയും സഖാവ് KP ഉണ്ണികൃഷ്ണനും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്ന ചരിത്രമാണ് കേരളത്തിലുണ്ടായത്. ഇതുകൊണ്ട് തീർന്നിട്ടില്ല. KG മാരാർ എന്ന വ്യക്തി BJP ഇപ്പൊ ഇല്ല. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതി വെച്ചിട്ടുണ്ട് എവിടെയൊക്കെ RSS വോട്ട് മറിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ മുസ്ലിം ലീഗും കോൺഗ്രസ് സഹായിച്ചിട്ടുണ്ട്. BJP എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പറയുക ഇത്തവണ ഞങ്ങൾ അക്കൗണ്ട് തുറക്കുന്ന, പക്ഷേ ബാങ്കിൽ മാത്രം അക്കൗണ്ട് തുറക്കലാണ്, വേറൊരു അക്കൗണ്ട് തുറക്കാറില്ല. പക്ഷേ ഇത്തവണ BJPക്ക് നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഒരു സീറ്റ് വിജയിക്കാൻ പറ്റി നേമത്ത്. എങ്ങനെയാ നേമത്ത് വിജയിച്ചത്? നേമത്ത് വിജയിച്ചത് എങ്ങനെയെന്ന് പഠിക്കണമെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് കിട്ടിയ UDFന്റെ വോട്ട്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് കിട്ടിയ UDFന്റെ വോട്ട്, കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നേമത്ത് കിട്ടിയ UDFന്റെ വോട്ട് പരിശോധിക്കണം. അത് പരിശോധിക്കുമ്പോൾ അറിയാം നേമത്ത് മുൻപന്തിയിൽ നിന്നിരുന്ന UDFന്റെ സ്ഥാനാർത്ഥിയുടെ 3-ാം സ്ഥാനത്തായി. ചുരുങ്ങിയ വോട്ടിൽ UDFന്റെ വോട്ടുകൾ അവിടെ ആദ്യമായി കേരളത്തിന്റെ നിയമസഭയിൽ കേരളത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് ചെറിയ പോറലേൽപ്പിച്ചുകൊണ്ട് BJPയുടെ ഒരു വ്യക്തി MLA ആയി വിജയിക്കുന്ന സ്ഥിതിയുണ്ട്. ഈ പാരമ്പര്യമുള്ളവരാണ് മുസ്ലിം ലീഗും കോൺഗ്രസും. അവർക്ക് എങ്ങനെ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ സാധിക്കും? അപ്പൊ രാവിലെ ലീഗും രാത്രി SDPI ആകുന്നവരെ ചെറുക്കാൻ സാധിക്കണ്ടേ? RSS പോലെ തന്നെ അപകടകരമായ ഒരു സംഘടനയാണ് ഈ SDPI. ആ SDPI ഒരു കാരണവശാലും വെച്ച് പുലർത്താൻ വേണ്ടി സാധിക്കില്ല. ഈ ഇന്ത്യയിലും കേരളത്തിലും ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടി സെക്യുലറിസം നിലനിർത്താനുള്ള പോരാട്ടത്തിൽ അണിനിരക്കുന്ന പ്രസ്ഥാനം DYFIയും ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. എങ്ങനെ സാധിക്കുകയും കോൺഗ്രസിന്റെ നേതാക്കന്മാർ രാത്രി ഉറങ്ങാൻ നേരത്ത് കോൺഗ്രസാണ്, രാവിലെ എണീറ്റ് പല്ലേക്കാൻ ബ്രഷ് എടുക്കുമ്പോൾ BJPI മാറുന്ന കാഴ്ചയാണ് നമ്മുടെ മുമ്പിൽ നിരവധി ഉദാഹരണങ്ങളായി കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇപ്പൊ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിച്ചാൽ അവർക്ക് അതാ സംസ്ഥാനങ്ങൾ ഭരിച്ച സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ജനവികാരമാണ്, അല്ലാതെ മോഡി മാജിക്കോ മണ്ണാങ്കട്ടിയൊന്നുമല്ല. 5 സംസ്ഥാനങ്ങളിലെ സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ജനവികാരമായിരുന്നു. മോഡി മതിക്കായിരുന്നെങ്കിൽ പഞ്ചാബിൽ BJP പ്രധാനം ചെയ്യുന്ന സർക്കാർ വീണ്ടും വരണ്ടേ? മണിപ്പൂരിൽ ഭൂരിപക്ഷം, ഗോവയിൽ BJP ഏകകക്ഷിയായി തുടരേണ്ടിയിരുന്നില്ലേ? അതുണ്ടായിട്ടില്ലല്ലോ. അപ്പൊ മോഡി മാജിക് ഒന്നല്ല സംഭവം. 5 സർക്കാരുകൾ പിന്തുടർന്ന നയം കേന്ദ്രത്തിലെ സർക്കാർ പിന്തുടരുന്ന അതേ പുത്തൻ സാമ്പത്തിക നയമായിരുന്നു എന്നുള്ളത് തന്നെ ആ സർക്കാരുകൾക്കെതിരെയുള്ള വികാരമായി മാറി. പിന്നെ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ 1000-500 നോട്ട് നിരോധനത്തെ കുറിച്ച് ഒരു ചെറുവാക്ക് പറയാനോ അതിനെതിരെ പ്രക്ഷോഭം നടത്താനോ തയ്യാറാകാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് BSP. പിന്നെ എങ്ങനെയാണ് അതവിടെ ചർച്ച ചെയ്യുക? അവിടെ ചർച്ച ചെയ്തത് ഖബറിസ്ഥാനും ശ്മശാനുമായിരുന്നു. അവിടുത്തെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മദർ തെരേസയെ അറിയാത്തവർ ഇവിടെ ഇരിക്കുന്നില്ല. മദർ തെരേസയെ ആരും വിളിക്കില്ല. മദർ തെരേസയെ എല്ലാവരും ആദരിക്കും. ചെറിയ കുട്ടി പോലും
മാതിരി. എന്നാൽ മദർ തെരേസയെ തെറി വിളിച്ച ഏക രാഷ്ട്രീയ നേതാവാണ് ലോകത്ത് യോഗി ആദിത്യനാഥ്. ആ യോഗി ആദിത്യനാഥ് അവിടെ പ്രസംഗിച്ചു, മുസ്ലിങ്ങൾ മരിച്ചാൽ അവരുടെ മയ്യത്ത് കബറടക്കാൻ ഇവിടെ ഖബറിസ്ഥാന് സ്ഥലം നൽകാൻ ഈ സൗകര്യമില്ല, അതുകൊണ്ട് മുസ്ലിങ്ങൾ മരണപ്പെട്ടാൽ അവരുടെ മൃതശരീരം ദഹിപ്പിക്കണം എന്ന് യോഗി ആദിത്യനാഥ് പ്രസംഗിച്ചു. ആ പ്രസംഗമാണ് പിന്നെ BJP പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഏറ്റുപിടിച്ചത്. അതാണ് ഉത്തർപ്രദേശിൽ ചർച്ച ചെയ്തത്. അല്ലാതെ 1500 നോട്ട് നിരോധിച്ചൊന്നും ചർച്ച ചെയ്യാൻ മുലായം സിംഗ് യാദവിന് നേടായില്ല. മൂപ്പര് ഒരു മതവർഗീയതക്കെതിരെ വേറെ മതവർഗീയതയുടെ കാറെടുത്തിടാൻ നോക്കി. അതാണ് അവിടുത്തെ പരാജയത്തിന്റെ കാരണം. ഇത് പറയുമ്പോ തന്നെ കോൺഗ്രസിന്റെ സ്ഥിതി എന്താ? ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ അവസാന മുഖ്യമന്ത്രി 1998-ലായിരുന്നു. മുമ്പ് കോൺഗ്രസ് സ്ഥിരമായി ഭരിച്ചൊരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. എന്നാൽ കോൺഗ്രസ് ഉത്തർപ്രദേശിൽ അവസാനം ഭരിച്ചത് 1998-ലാണ്. അന്നത്തെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയുടെ പേര് ജഗദാംബിക പാൽ എന്നാണ്. 20 കൊല്ലം മുമ്പ് 20 കൊല്ലത്തിന് ശേഷം ഉത്തർപ്രദേശിൽ മൈക്കെട്ടി അവിടുത്തെ നേതാക്കന്മാർ കോൺഗ്രസിനെതിരെ പ്രസംഗിക്കുന്ന ഒരു കാര്യം. 20 കൊല്ലമായി കോൺഗ്രസിനൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ട്, അയാൾ പേര് ജഗദാംബിക പാൽ എന്നാണ്. ഈ പ്രദേശത്ത് 20 കൊല്ലം കഴിഞ്ഞാൽ 2036 മൈക്കുണ്ടാവും, DYFI ഉണ്ടാവും, പ്രസംഗം ഉണ്ടാവും, പൊതുയോഗം ഉണ്ടാവും. നമ്മൾ ആരൊക്കെ ഉണ്ടാവും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അന്ന് പ്രസംഗിക്കുന്നവർ പറയും 2036 കോൺഗ്രസിന് ഈ കേരളത്തിൽ 20 കൊല്ലമായി ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ട് ആ മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടിയാണ് എന്ന് 2036 പ്രസംഗിക്കുന്നത് പോലെ ഇപ്പൊ ഉത്തർപ്രദേശിൽ നമ്മൾ പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ്. 20 കൊല്ലമായി ഒരു മുഖ്യമന്ത്രി, അയാളുടെ പേര് ജഗദാംബിക പാൽ. അയാൾ ഇന്ന് പാർലമെന്റേറിയനാണ്. പാർലമെന്റേറിയനായ വ്യക്തി കോൺഗ്രസുകാരനായിട്ടല്ല, BJP-കാരനായിട്ടാണ്. ജഗദാംബിക പാൽ എന്ന ഉത്തർപ്രദേശ് എന്ന ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ അവസാന മുഖ്യമന്ത്രി ഇന്ന് BJP-യിലാണ്. യോഗി ആദിത്യനാഥ് മന്ത്രിസഭയിലെ ഒരു വനിതാ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത റീത്ത ബഹുഗുണ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം ഉത്തർപ്രദേശ് മുഴുവൻ നടന്ന കോൺഗ്രസിന് വേണ്ടി റീത്ത ബഹുഗുണ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ BJP-യായി കാല് മാറുന്നു. എത്രയാളെ പേര് നമ്മുടെ പ്രസംഗിക്കാൻ തുടങ്ങിയ 1 കൊല്ലം കഴിഞ്ഞാൽ പ്രസംഗം നിൽക്കൂല, അത്രക്കുണ്ട്. ഉത്തർപ്രദേശിനെ മാറ്റി നിർത്തിക്കോ. ഉത്തരാഖണ്ഡ് 70 അംഗ നിയമസഭയെ ഉത്തരാഖണ്ഡിൽ 57 MLA-മാരെ BJP-ക്ക് കിട്ടി. ആ 57 MLA-മാരിൽ 11 MLA-മാർ ഒരു 6 മാസം മുമ്പ് അസൽ കോൺഗ്രസ്സുകാരായിരുന്നു. അവരിപ്പോ BJP-ആയി. ഉത്തരാഖണ്ഡ് മന്ത്രിസഭയിൽ 5 മന്ത്രിമാർ മാസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് ആയിരുന്നു, ഇപ്പൊ BJP-ആയി. ഇനി മണിപ്പൂർ എടുത്തു. മണിപ്പൂരിലെ BJP-യുടെ മുഖ്യമന്ത്രി 1 വർഷം മുമ്പ് അസൽ കോൺഗ്രസ് ആയിരുന്നു, കോൺഗ്രസിന്റെ മന്ത്രിയായിരുന്നു. ഇനി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി എല്ലാമായി ഇപ്പൊ വളരെ പ്രായമായി എണീറ്റ് നടക്കാൻ പോലും ഒരു 10 ആളെ സഹായം വേണ്ട SM കൃഷ്ണ അവസാന സമയത്ത് ഇപ്പൊ BJP-ആയി മാറി. ഇങ്ങനെ എത്ര പേരുണ്ട് കേരളത്തിൽ. പലരും റെഡിയായി നിൽക്കുകയാണ്. ചില BJP-യുടെ ദേശീയ നേതാക്കന്മാർ തമാശക്ക് പറയുക, കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ നോക്കാൻ തന്നെ പേടിയാവുന്നതാണ്. കാരണം ഒന്നാണ്ട് നോക്കി എന്താ വിളിച്ചോ എന്ന് ചോദിച്ച് വരാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ പലരും അങ്ങോട്ടൊക്കെ നോക്കില്ല. തഞ്ചം കിട്ടിയ അപ്പ ചാടാൻ നിൽക്കുന്ന കോൺഗ്രസ് ഇവരെ എങ്ങനെയാ വിശ്വസിക്കുക? ഇവർക്കൊരു നിലപാടുണ്ടോ? ഒരു നയമുണ്ടോ? ഒരു നിലപാടുണ്ടോ? എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? വിശ്വസിക്കാൻ പറ്റാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറി. ഡൽഹി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോ പലരെയും ധാരണ ആദ്യമായിട്ട് അവിടെ BJP അയച്ചെന്നാണ്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് BJP അയക്കുന്നത്. പക്ഷെ ചില പത്രങ്ങൾ എഴുതുന്ന കണ്ടാൽ തോന്നും, ഏഷ്യാനെറ്റിന്റെ ന്യൂസൊക്കെ കണ്ടാൽ തോന്നും BJP ആദ്യമായിട്ട് അവിടെയും ജയിച്ചു. എന്നാൽ 10 കൊല്ലമായിട്ട് BJP അയക്കുന്ന സ്ഥലമാണ്. കോഴിക്കോട് നഗരസഭയോ തിരുവനന്തപുരം നഗരസഭയോ അല്ലെങ്കിൽ കണ്ണൂര് തലശ്ശേരി മുനിസിപ്പാലിറ്റിയോ ഇടതുപക്ഷം ജയിക്കുന്ന പോലെയാണ് ഡൽഹിയിൽ BJP ജയിക്കുന്നത്. എന്നാൽ ഇത്തവണ ജയിച്ചത് എന്തോ വലിയ സംഭവമായി ചിത്രീകരിച്ചു. എന്നാൽ അവിടെ എന്താ സംഭവം? അവിടെ സംഭവം കോൺഗ്രസ് സ്ഥിരമായി 2ാം സ്ഥാനത്തായിരുന്നു, ഇപ്പൊ 3ാം സ്ഥാനത്തായിരുന്നു. ഇതാരും എഴുതിയില്ല. കോൺഗ്രസ് സിംഹവാല വർഗീയതയിലേക്ക് കയ്യിലേക്ക് പോകുന്നു. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി ഉറങ്ങാൻ നേരത്തുള്ള കോൺഗ്രസുകാർ രാവിലെ എണീറ്റാൽ BJP ആകുമോ ഇല്ലേ എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയായി മാറുകയാണ്. ഈ കോൺഗ്രസിനെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. മുസ്ലിം ലീഗിന്റെ കാര്യം പറയുകയും വേണ്ട. ഈ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത നേരിടുന്ന വെല്ലുവിളി പരിഹരിക്കാൻ മാത്രമാകും? എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥ മുറിച്ചു കിടക്കാൻ പറ്റുക? അത് പ്രക്ഷോഭങ്ങളിലൂടെ മാത്രമാണ്. ഈ രാജ്യത്ത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പട്ടിണിയും ഉൾപ്പെടെയുള്ള ജനജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അജണ്ടകളായി മാറണം. അത് അജണ്ടകളായി മാറ്റുക എന്നുള്ളതാണ് DYFI ഉത്തരവാദിത്വം. അത് അജണ്ടകളായി നിലനിർത്തുക എന്നുള്ളതാണ് ഈ രാജ്യത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വം. അത് അജണ്ടകളായി മാറിയാൽ BJP കുടുംബങ്ങളിലുള്ളവർ പോലും, BJP-യുടെ നേതാക്കന്മാരുടെ വീട്ടുകളിലുള്ളവർ പോലും ഈ നയത്തിനെതിരെ, മോഡി പിന്തുടരുന്ന നയത്തിനെതിരെ നിലപാടെടുക്കും. അതിനെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഉത്തരവാദിത്വം. അത് നിർവഹിക്കുക എന്നുള്ളതാണ് DYFI പ്രസ്ഥാനത്തിൽ നിന്നും ജനം ആഗ്രഹിക്കുന്നത്. അത് നിർവഹിക്കാൻ മുന്നോട്ട് പോകുക. അതിന് ജനങ്ങളെ ഒറ്റക്കെട്ടായി നിർത്തണം.
ജനങ്ങളെ ഒറ്റക്കെട്ടായി നിർത്താനുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കണം. അവിടെ മതനിരപേക്ഷത പരമപ്രധാനമാണ്. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർക്കും മതരഹിതരായി നിലകൊള്ളുന്നവർക്കും അവരുടെ വിശ്വാസത്തെ സ്വസ്ഥവും സുഖകരവുമായി കൊണ്ടുപോകുവാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് കൊണ്ടാണ് സെക്യുലറിസം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളത്. ആ സെക്യുലറിസം അപകടകരമായ ഭീഷണി നേരിടുന്ന ഘട്ടത്തിൽ ആ സെക്യുലറിസം സംരക്ഷിക്കുക, അതിലൂടെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിർത്തുക. ആ ഒറ്റക്കെട്ടായി നിർത്തുന്ന ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന നിലപാട്, ആ നയത്തിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുക. ഈ ഉത്തരവാദിത്തമാണ് ഈ വർത്തമാന കാലഘട്ടത്തിൽ ഡിവൈഎഫ്ഐ പ്രസ്ഥാനം ഏറ്റെടുക്കേണ്ടത്. തയ്യാറായി ഡിവൈഎഫ്ഐയിലേക്ക് വരാൻ തയ്യാറായ നിരവധി സഖാക്കളെ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ പേരിൽ ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുകയാണ്. ആ സഖാക്കൾക്ക് വേണ്ടി ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ വേണ്ടി അർപ്പിക്കുകയാണ്. നിങ്ങൾ വന്നത് ശരിയുടെ പാതയിലാണ്. കൂത്തുപറമ്പിലെ പോരാളികളുടെ പിന്മുറക്കാരാണ് നിങ്ങൾ. 1994 നവംബർ മാസം 25 കൂത്തുപറമ്പിന്റെ പോരാട്ടത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. ആ പോരാട്ടത്തിൽ 5 ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ വെടിയേറ്റ് വീണു മരിച്ചു. 5 സഖാക്കൾ. അന്ന് ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിച്ചവർ ഈ സ്റ്റേജിലുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട്. 5 സഖാക്കൾ വെടിയേറ്റ് മരിച്ചു. 5 സഖാക്കൾ ഈ നാടിന് വേണ്ടി കയ്യിൽ കരതുടി മാത്രം വേണ്ടി പ്രതികരിച്ചതാണ്. സമാധാനമായി പ്രതികരിച്ച 5 സഖാക്കളെ വെടിവെച്ച് വീഴ്ത്തി. നിങ്ങൾ പഠിക്കണം, 5 സഖാക്കളുടെ ശരീരത്തിൽ എവിടെയാണ് വെടിയേറ്റത്? 5 സഖാക്കളുടെ ശരീരത്തിൽ വെടിയേറ്റത് മുൻഭാഗത്താണ്. അതിൽ നിന്നും ഒരു പാഠം നിങ്ങൾ പഠിക്കണം. പോലീസ് തൂക്ക് ചൂണ്ടി വെടിവെക്കാൻ വേണ്ടി വന്നപ്പോ അയ്യോ എന്ന് നിലവിളിച്ച് കരഞ്ഞ് പിന്നോട്ടോടുകയായിരുന്നില്ല. ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച് മുന്നോട്ട് കുതിക്കുകയായിരുന്നു 5 പേരെന്ന് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം 5 പേരെ കുറിച്ച്. നിങ്ങൾ ഓർക്കണം പുഷ്പനെ കുറിച്ച്. നിങ്ങൾ പോയി കാണണം പുഷ്പനെ. ആ പുഷ്പൻ ഇന്ന് എങ്ങനെ ജീവിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട്